നിങ്ങൾ ഗോസ്റ്റിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് ഒരു ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തതിന് ശേഷം കാൻഡിഡേറ്റ് ഇന്റർവ്യൂവിന് വരാത്തതിനാണ് റിക്രൂട്ടേഴ്സിന്റെ ഭാഷയിൽ ഗോസ്റ്റിംഗ് എന്ന് പറയുന്നത്. പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടായിരിക്കും കാൻഡിഡേറ്റ്സ് വരാത്തത്. ചിലപ്പോൾ അവർക്ക് വേറെ ജോലി കിട്ടിയിട്ടുണ്ടാവാം, ചിലപ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലും അസൗകര്യങ്ങളുണ്ടാവാം, അങ്ങനെ പല കാരണങ്ങളുണ്ടാവാം. പക്ഷേ അത് എന്താണ് എന്ന് റിക്രൂട്ടറെ മുൻപേ അറിയിക്കുന്നതാണ് എൻ്റെ മര്യാദ. അല്ല എങ്കിൽ റിക്രൂട്ടറിൻ്റെയും അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഇന്റർവ്യൂവിനായിട്ട് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഒരു ടെക്നിക്കൽ എക്സ്പെർട്ടിൻ്റെ ഒക്കെ സമയം വെറുതെ വേസ്റ്റ് ആയി പോകും. ഒരു പൊസിഷനിലേക്ക് ചിലപ്പോൾ ഒരു 20-30 പേരൊക്കെ ഇന്റർവ്യൂ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ പുറകിൽ വളരെ വലിയ രീതിയിലുള്ള എഫേർട്ട് റിക്രൂട്ടേഴ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രൊഫഷണലിസം കാണിക്കുകയാണെങ്കിൽ, ഇൻ കേസ് വരാൻ പറ്റാത്ത കാര്യം മുൻകൂട്ടി അറിയിക്കുകയാണെങ്കിൽ, ഒന്നെങ്കിൽ റീഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ സമയം മറ്റെന്തെങ്കിലും കാര്യത്തിന് അലോക്കേറ്റ് ചെയ്യാനോ റിക്രൂട്ടേഴ്സിന് പറ്റും. പക്ഷെ പലപ്പോഴും ഈ ഗോസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ഇത്തരത്തിലുള്ള മര്യാദകളൊന്നും കാണിക്കാറില്ല. എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ കുറച്ചാലും മുമ്പ് ഒരു കാൻഡിഡേറ്റ് ഇന്റർവ്യൂ വെച്ചൊരു 3-4 കൊല്ലം മുമ്പാണ്. കാസർഗോഡുകാരനാണ്. അപ്പോൾ ഞാൻ ഇന്റർവ്യൂവിൻ്റെ സമയത്തിന് വരാത്തതുകൊണ്ട് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു, സാറേ കടയിൽ നിന്ന് ചിമ്മിണി വാങ്ങിയിട്ട് കിട്ടിയിട്ടില്ല, അതാ വരാത്തതെന്ന് പറഞ്ഞു. അതായത് കാസർഗോഡ് മണ്ണെണ്ണയ്ക്കാണ് ചിമ്മിണി എന്ന് പറയുന്നത്. റേഷൻ കടയിൽ പോയിട്ട് സാധനം വാങ്ങിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ജോയിൻ ചെയ്യാന്നാണ് ആൾ പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇത്തരത്തിലുള്ള അൺപ്രൊഫഷണൽസിന്റെ എക്സ്ട്രീം കേസുകൾ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കാരണം കൊണ്ടാണേലും ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് റിക്രൂട്ടേഴ്സിനെ അറിയിക്കുക എന്നതാണ് മര്യാദ. ഇനി നിങ്ങൾക്ക് മറ്റൊരു സമയത്തേക്ക് അത് റീഷെഡ്യൂൾ ചെയ്യാനാണെങ്കിൽ പോലും റിക്രൂട്ടേഴ്സിനോട് നേരത്തെ അഡ്വാൻസ് ആയിട്ട് നോട്ടീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെ സാധാരണഗതിയിലാണെങ്കിൽ സഹായിക്കും. ഇത്തരത്തിലുള്ള ടിപ്സ് കിട്ടണമെങ്കിൽ ഈ പേജ് ഫോളോ ചെയ്യുക.